ഹേ ഹലോ ഇറ്റ്സ് സത്യ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയുടെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കാണാൻ. എൻ്റെ ക്യാമറയുടെ ക്വാളിറ്റിയും പിന്നെ ഷൂട്ടിംഗ് സ്കില്ലിൻ്റെയൊക്കെ കുറവ് കൊണ്ട് അത്യാവശ്യം വീഡിയോയ്ക്ക് ക്വാളിറ്റി കുറവാണെങ്കിലും നിങ്ങൾക്ക് റെസിപ്പി പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഫസ്റ്റ് കാണിച്ചതുപോലെ ഒരു 5 സവാള ഞാൻ കാണിച്ചിരിക്കുന്ന പോലെ അരിഞ്ഞെടുക്കുക, 2 തക്കാളി, 3 പച്ചമുളക്. ശേഷം ചട്ടി വെക്കുക. എൻ്റെ ഫേവറേറ്റ് ചട്ടി ഇതാണ്, ഞാൻ അതുകൊണ്ടാണ് ഇതെടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചട്ടി എടുക്കാം. എണ്ണ ഒഴിക്കുക. അതിനുശേഷം ഒരു ചൂണ്ടുവിരലിൻ്റെ പകുതി ഇഞ്ചി, 5-6 വെളുത്തുള്ളി, ഒരു 3-4 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു മുഴുവൻ തക്കോലും, 1.5 ടീസ്പൂൺ പെരിഞ്ജീരകം. ചിക്കൻ്റെ അളവനുസരിച്ചിട്ടാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കുറയ്ക്കാം, 1 ടീസ്പൂൺ ആക്കാം ചിക്കൻ കുറവാണെങ്കിൽ. ഇത് പേസ്റ്റ് ചെയ്ത എണ്ണയ്ക്കകത്തോട്ട് ചേർക്കുക. ശേഷം മല്ലിയില ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക, നല്ലപോലെ വഴറ്റുക. അതിന് ശേഷം എന്ത് ചെയ്യാം, ഈ സവാളയും തക്കാളിയും പച്ചമുളകും ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. നല്ലപോലെ വഴറ്റി അതിന് ശേഷം എന്ത് ചെയ്തതുപോലെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കുക. മുളക് പൊടി ഇത് ഞാൻ 3 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. മിനിമം ലെവലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാം, എരി വേണമെങ്കിൽ കൂട്ടാം, ഇല്ലെങ്കിൽ കുറയ്ക്കാം. ശേഷം ഇതുപോലെ വഴറ്റി പച്ചമണം പോകുന്ന പോലെ വഴറ്റിയെടുക്കുക. ശേഷം ചിക്കൻ ആഡ് ചെയ്യുക. ചിക്കൻ ആഡ് ചെയ്ത ശേഷം വെള്ളം എന്ന് പറഞ്ഞ കാര്യമേ ചേർക്കാൻ പാടില്ല. ഒരു അരമണിക്കൂറെങ്കിലും എന്ത് ചെയ്യുക, മസാലയ്ക്കകത്ത് വെള്ളം ചേർക്കാതെ ചിക്കൻ വേവിച്ചെടുക്കുക. ചിക്കനിൽ നിന്ന് അത്യാവശ്യം വെള്ളം വരും. അപ്പോൾ അതിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാം, അതിൽ നിന്ന് തന്നെ നിങ്ങൾ കുക്ക് ചെയ്തെടുക്കുക. അപ്പോഴേ മസാലയൊക്കെ നല്ലതുപോലെ പിടിക്കുകയുള്ളൂ. ശേഷം എന്ത് ചെയ്യാം, ഈ ഒരു അരമണിക്കൂർ കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ചിക്കൻ മുങ്ങുന്ന അളവിന്, ഒത്തിരി അല്ല, ചിക്കൻ മുങ്ങുന്ന അളവിന്, ഇതിൽ നിങ്ങൾക്ക് ആ ചട്ടിയിൽ എത്രത്തോളം വെള്ളം ഉണ്ടെന്ന് കാണാനായിട്ട് പറ്റും. അപ്പോൾ അത്രയും വെള്ളം ചേർത്ത് നല്ലപോലെ തീ കൂട്ടിയിട്ട് വേവിക്കുക. കാരണം ഇതിൽ എല്ലുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ വേവാനായിട്ടാണ് ഈ വെള്ളം ചേർത്ത് നല്ലപോലെ വേവിച്ചെടുക്കുന്നത്. ശേഷം നിങ്ങളിതിൽ ഉപ്പ് നിങ്ങളുടെ അളവിന് പാകത്തിനനുസരിച്ച് ചേർക്കുക. അപ്പോൾ ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. അത് ഇതുപോലെയാണ് അവസാനത്തെ ഔട്ട്പുട്ട് വരിക. അത് കുറച്ച് ഗ്രേവി ഉള്ള പോലെയാണ്. നിങ്ങൾക്ക് ഗ്രേവി വേണമെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നിർത്താം, ഇല്ലെങ്കിൽ കുറച്ചുകൂടെ വറ്റിച്ച് നിങ്ങൾക്ക് നല്ലതുപോലെ ഡ്രൈ ആക്കിയിട്ടും എടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് കറി വേണം എന്നുള്ളത്. എന്തായാലും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നമുക്ക് കാറ്ററിങ്ങിനൊക്കെ ഉണ്ടാക്കുന്ന അത് ടേസ്റ്റിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കും സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഞാനിത് ഒരു പ്രാവശ്യം ട്രൈ ചെയ്തു, ഔട്ട്പുട്ട് കൊള്ളാം, വളരെ നന്നായിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്കിതുകൂടെ പറഞ്ഞു തരുന്നത്. കാരണം അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്യാമല്ലോ, എല്ലാവർക്കും അപ്പോൾ വീട്ടിൽ ഇഷ്ടമാവും. ഈ ഒരു കറി നിങ്ങൾ വീട്ടിലുണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് അതേ ടേസ്റ്റ് ഫീൽ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ, മസ്റ്റ് ട്രൈ ഐറ്റമാണ്, എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങളെന്താ വീട്ടിൽ താരമാവും, ഉറപ്പാണ്. ഈ ഒരു കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എന്നും ഇതേ കറി തന്നെ ഉണ്ടാക്കാനായിട്ട് എല്ലാവരും പറയും. ട്രസ്റ്റ് മീ ഗൈസ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. വീഡിയോയിൽ കുറേ അധികം പോരായ്മകളുണ്ട്, ഞാൻ ഒറ്റ സ്ട്രെച്ചിലാണിത് പറയുന്നത്. സോ അതുകൊണ്ട് സൗണ്ടിൽ ഇടയ്ക്കിടയ്ക്ക് ശ്വാസം എടുക്കുന്ന സൗണ്ടൊക്കെ കേൾക്കാം. പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.